ഞാൻ ഈ ഒരു വർക്കൗട്ടിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വർക്കൗട്ടിനെ കുറിച്ച്. അപ്പോൾ അത് കാണാത്തവർ കയറി ഒന്ന് കാണും കേട്ടോ. എന്നിട്ട് എന്താണ് പറയുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ റിപ്പീറ്റ് വീണ്ടും പറയുമ്പോൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ പിന്നെ അത് ബോറായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ 2 സൈഡ് ഒരേ ടൈമിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെയറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ 1 സൈഡ് മറിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ നേരെ നിന്നിട്ട് 1 സൈഡ് ചെയ്യുക, പിന്നെ തിരിഞ്ഞ് നിന്നിട്ട്, അതായത് വലത് കാലം ആദ്യം ചെയ്യുക, പിന്നെ തിരിഞ്ഞ് നിന്നിട്ട് ഇടത് കാലം ചെയ്യുക. ഇത് ഇങ്ങനെ 2 സൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരേ ടൈമിൽ തന്നെ 2 ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടും വളരെ സ്ലോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും ചെയ്ത് സ്പീഡ് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് അത്രത്തോളം നമ്മളെ ബോഡിക്ക് ഗുണം ചെയ്യും. ഇത് ഗുണം ചെയ്യില്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ സ്റ്റാമിന കൂടുന്നതനുസരിച്ച് നമുക്ക് സ്പീഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന കലോറി ബേൺ ചെയ്യാൻ ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടും. പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ അത്രത്തോളം സ്പീഡിൽ എടുക്കുമ്പോൾ അത്രത്തോളം ഗുണം അതിന് കൂടി വരും. അല്ലാണ്ട് മറ്റേ സ്ലോയിൽ ചെയ്ത ഗുണമില്ലെന്നല്ല, നമുക്ക് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ഒന്ന് ജമ്പ് ചെയ്ത് ഇതിലോട്ട് കയറുന്നതാണ്. ഇതിപ്പോൾ ഇത്ര ഹൈറ്റിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ആ നടന്ന് തിരിച്ചിറങ്ങി അങ്ങനെയുള്ളത് ചെയ്താൽ മതി. പറ്റാത്തവർ കേട്ടോ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എനിക്കൊന്ന് ഇത്തിരി ഏജൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചാടി കയറാൻ പറ്റാണ്ടുള്ള. പിന്നെ ബോഡിക്കുള്ള സ്റ്റാമിനയൊക്കെ വരുന്നതനുസരിച്ച് പിന്നീട് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി എല്ലാ വർക്കൗട്ടും നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് മാറ്റി വയ്ക്കുക. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ചെയ്ത് നമ്മളെ ബോഡി ഒന്ന് സ്ട്രെങ്തനായി, മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തനായി വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കും ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഒത്തിരി ഏജുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ 70 വയസ്സുള്ളവർ വരെ ഈസി ആയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് ഇതൊക്കെ. കാരണം അവർ അത്രത്തോളം ചെയ്ത് ശീലമായിട്ടാണ്. പിന്നെ നമുക്ക് ചാടാണ്ട് നമുക്ക് ആയം കൊടുക്കില്ല. ഇങ്ങനെ ഒന്ന് റെഡിയായി നമ്മളെ ബോഡി ഒന്ന് റെഡിയാക്കി ആ ഒറ്റ ഒരു ഇതേണൊക്കെ ഒന്നിങ്ങനെ റെഡിയായി നിന്നിട്ട് ഒറ്റ ചാട്ടം. അങ്ങനെയാണ് ശരിക്കും നമ്മൾ പരിശീലിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ നോർമലി. നമ്മളിങ്ങനെ ഒരു ആയം കൊടുത്തൊന്ന് ചാടാനായിട്ടൊന്ന് ആയം കൊടുത്ത് ചെമ്പ് നിന്നുകൊണ്ട് പെട്ടെന്ന് എടുത്തങ്ങ് ചാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊന്ന് ചേഞ്ച് ആക്കിയുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കൈയും മാറ്റിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കൈ ഇതേപോലെ എടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ വയറിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി നിന്ന് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണിത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വന്ന് കയറി ചെയ്യുമ്പോണ്ടല്ലോ എത്രത്തോളം നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. മറ്റ് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നമ്മളെ ബോഡിക്ക് നമ്മളിതിൽ ചെയ്യുന്ന വർക്കൗട്ടെല്ലാം കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ മറ്റത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നല്ല ഞാനത് എടുത്തു പറയുന്നത്. നമ്മളൊന്ന് കാണുമ്പോൾ മറ്റതപ്പോൾ കൊള്ളില്ല എന്ന് വിചാരിക്കേണ്ട. വർക്കൗട്ടുകൾ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ. നമുക്ക് എല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാ വർക്കൗട്ടുകളും നമ്മൾ കുറച്ച് സമയം വെച്ചിട്ട് നമ്മളെല്ലാ വർക്കൗട്ടും ചെയ്യണം. ഒരെണ്ണം മാത്രം ചെയ്ത് പോകണ്ട. അതുകൊണ്ടാണ് നമ്മളെല്ലാ വർക്കൗട്ടും ഇടുന്നത്. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം ഓരോരോ 5 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് കൊടുത്തു പോകാം, ചൂസാക്കി കൊടുത്തു പോകാം. അതുപോലെ ഇത് നമ്മുടെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ സൈഡ് ഫാറ്റിനും നമ്മുടെ ബെല്ലി ഫാറ്റിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതുണ്ടല്ലോ. ഇതിൽ കയറി നിന്നിട്ട് ഈ കാലം അത്രയും താഴേന്ന് നമ്മളിങ്ങനെ ഉയർത്തുമ്പോണ്ടല്ലോ, അത് നമ്മളെ ബോഡിയിൽ വരുന്നൊരു ചേഞ്ച് ഉണ്ടല്ലോ, എത്രത്തോളം നമുക്കത് എഫക്റ്റ് ചെയ്യുന്നുള്ളതുണ്ടല്ലോ നമ്മളത് ചെയ്യുമ്പോൾ. കാരണം ഞാൻ ഈ ചെയ്യുമ്പോഴെന്ന് പറയുന്നത് വെച്ചാൽ ഞാനിത് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് എത്രത്തോളം നമ്മളെ ബോഡിയിലോട്ട് ആ ടൈമിൽ തന്നെ നമുക്കിത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അത്രത്തോളം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ഹൈറ്റിൽ നിങ്ങൾ കയറി നിന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എത്രത്തോളം. അപ്പോൾ ഇതിലിപ്പോൾ കാണിക്കുന്ന എല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നു ചെയ്യാൻ പറ്റുന്നത് ചൂസാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കാല് മുകളിൽ ഒരു കാല് താഴെ നിന്ന് ഇങ്ങനെ അത്രത്തോളം ഇങ്ങനെ ഉയർത്തിയെടുക്കുമ്പോണ്ടല്ലോ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ വയറിനും നമ്മുടെ സൈഡ് ഫാറ്റിനും എന്തായാലും ഫുള്ള്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഫുൾ ഫാറ്റ് ബേണിംഗ് ആണ്. അത്രത്തോളം ഉപയോഗമുള്ള ഒരു വർക്കൗട്ടാണ്. അതേപോലെ തന്നെ ഇതും ഞാനിപ്പോൾ 1 സൈഡേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് മറു സൈഡ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കൊള്ളുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതൊക്കെ. താങ്ക് യു.